നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അഖില കേരള എഴുത്തച്ഛൻ സമാജം പെരുമ്പിള്ളിശ്ശേരി ശാഖ വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വെങ്കിണിശ്ശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ 6ാം വാർഷികം ആഘോഷിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ തിരുമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 33ാമത് തൃശൂർ ജില്ലാ സമ്മേളനം വലപ്പാട് നടന്നു. സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അഖില കേരള എഴുത്തച്ഛൻ സമാജം പെരുമ്പിള്ളിശ്ശേരി ശാഖ വാർഷിക സമ്മേളനം നടന്നു. സമാജം ഹാളിൽ നടന്ന സമ്മേളനം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് CG കുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് AA കുമാരൻ കുടുംബസഹായ നിധി വിതരണം ചെയ്തു. VA ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ EV ഉണ്ണികൃഷ്ണൻ, സിനി പ്രദീപ്, ശ്രുതി വിജിൽ, എഴുത്തച്ഛൻ സമാജം ജില്ലാ സെക്രട്ടറി PR ബാലു, ജില്ലാ ട്രഷറർ PR ബാലകൃഷ്ണൻ, KK ശങ്കരൻ മാസ്റ്റർ, AK കരുണാകരൻ, KA രാജേഷ്, NS ഹരിദാസൻ, PB ശശിധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ എൻഡോമെന്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഒരുപാട് പ്രതിഭകളെ വിദ്യാഭ്യാസപരമായിട്ടായാലും കലാപരമായിട്ടായാലും കായികപരമായിട്ടായാലും നമ്മളിലുള്ളവരെ മുന്നോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൈത്താങ്ങായി നിൽക്കാനും നമ്മുടെ ഈ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നവരെ മാത്രമല്ല, അതെല്ലാത്തവരും കൂടി ഇരിക്കുന്നുണ്ട്. അവർക്കിതൊരു പ്രചോദനമായി മാറണം. നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇത്തരം അംഗീകാരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നാളെയും ഞാൻ വന്ന് ഇതുപോലെ നിന്ന് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് തന്നെ അത് തോന്നണം. നാളെ ഞാൻ അവിടെ വന്ന് വാങ്ങിക്കുമെന്നുള്ള ഇല്ലേ, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടല്ലേ അവിടെ പോവാ അല്ലേ? അങ്ങനെ ആയിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. നാളത്തെ പൗരന്മാരായ നിങ്ങളുടെ കയ്യിലാണ് ഭാരതം നാളെ സുരക്ഷിതരായിട്ടിരിക്കേണ്ടത്. നമ്മുടെ 400 താഴെ വീടുകളുണ്ട് ഇവിടെ. ഞാൻ അറിഞ്ഞോടത്തോളം നമ്മുടെ എഴുത്തച്ഛൻ സമാജത്തിൽ നിങ്ങൾക്കറിയോ, എഴുത്തച്ഛൻ സമാജത്തിന്റെ ചരിത്രം കുറെ പറയാനുണ്ട്. 100 വർഷമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് 10-12 ലക്ഷം ആൾക്കാരുടെ തൃശ്ശൂര്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, പിന്നെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ഔദ്യോഗികാർത്ഥം മറ്റു പല കാരണങ്ങളെ കൊണ്ട് പോയി താമസിക്കുന്ന. വെങ്കിണിശ്ശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ 6ാം വാർഷികം ആഘോഷിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമന്വയ പ്രസിഡന്റ് K ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറി ജോസഫ്, പാറളം പഞ്ചായത്ത് അംഗം CR ശ്രീജിത്ത്, സമന്വയ വൈസ് പ്രസിഡന്റ് അന്നപൂർണേശ്വരി ടീച്ചർ, PK ഏകലവ്യൻ, KN വിജയൻ, V കണ്ണൻ, TC ജോസ്, P സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കടവിൽ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് മുഖ്യപ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ചടങ്ങ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
ഏങ്ങണ്ടിയൂർ തിരുമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. ഏങ്ങണ്ടിയൂർ തിരുമംഗലം സ്വദേശി വാലിപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള അമ്പി എന്ന അംബുജാക്ഷനാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂർ സ്വദേശികളായ ആരി വീട്ടിൽ ബാബു, പുറത്തൂർ വീട്ടിൽ ജോസഫ് എന്നിവർക്കാണ് പരുക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 6:30 തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. 2 പേർ സൈക്കിൾ യാത്രക്കിടയിലും ഒരാൾ അർബാന തള്ളിക്കൊണ്ടുപോകുന്നതിനിടയിലുമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരും ദേശീയപാതയോരത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഇതിനിടെ കൊച്ചിയിൽ നിന്ന് ചാവക്കാട് എടക്കഴിയൂരിലേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട അംബുജാക്ഷനെ ഏങ്ങണ്ടിയൂർ സനാതന ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബാബുവിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ജോസഫിനെ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിൽ ബാബുവിന്റെ നില അതീവ ഗുരുതരമാണ്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. റോബർട്ട് ഓവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കേരള സാഹിത്യ അക്കാദമി PRO PR ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രികയുടെ കാലം മായ്ക്കാത്ത കനൽപ്പാടുകൾ, ജലജ പത്മനാഭന്റെ ചുരവും താണ്ടി പാപനാശിനിയിലേക്ക് എന്നീ പുസ്തകങ്ങളെക്കുറിച്ച് നടന്ന ചർച്ച ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അരവിന്ദൻ പണിക്കശ്ശേരി, TV ബിന്ദു എന്നിവർ പുസ്തക പരിചയവും അവതരണവും നടത്തി. ഭരത് PJ ആന്റണി സ്മാരക അവാർഡ് നേടിയ K ഗിരീഷിനെ ജലജ പത്മനാഭനും, കേരളോത്സവത്തിൽ മികച്ച നാടകത്തിന് അർഹമായ കളിയരങ്ങ് നാടകവേദിയെ നടൻ പ്രവീന്ദറും, കേരളോത്സവത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട രാജാ ഹരിനന്ദനെ ഏങ്ങണ്ടിയൂർ ചന്ദ്രികയും ആദരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് CK രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KP മോഹനൻ, EP രമേശൻ എന്നിവർ സംസാരിച്ചു. കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ മറുപിറവി എന്ന നാടകം ചടങ്ങിൽ അരങ്ങേറി. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ 2024 ശേഷം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് 75 വർഷം തികയുന്ന സന്ദർഭം കൂടിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ ഒക്കെ തന്നെ മാറ്റിയെഴുതുന്നതിന് വേണ്ടി സമിതി രൂപീകരിച്ചിരിക്കുന്നു. അതേ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി തന്നെ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രവിരുദ്ധമായ ഒട്ടേറെ വസ്തുതകളുണ്ടെന്നും അതെല്ലാം തന്നെ നീക്കം ചെയ്യുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറയുന്ന കാര്യമാണ്. ശാസ്ത്രത്തെ കെട്ടുകഥയാക്കിക്കൊണ്ട്, ചരിത്രത്തെ കെട്ടുകഥയാക്കിക്കൊണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളെയൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന പ്രവർത്തനവും ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. രാവിലെ വ്യാപാരം തുടങ്ങിയത് പവന് 240 രൂപയും ഗ്രാമിന് 30 രൂപയും വർദ്ധിച്ചാണ്. 1 പവൻ സ്വർണത്തിന് 41,280 രൂപയ്ക്കാണ് തിങ്കളാഴ്ച വ്യാപാരം നടന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 1 ഗ്രാം സ്വർണത്തിന് 5,160 രൂപയാണ് പുതിയ വില. പുതുവർഷത്തിലെ ആദ്യ ദിനം മുതൽ 40,000 രൂപയ്ക്ക് മുകളിൽ തുടരുകയാണ് സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് ജനുവരി 2-നായിരുന്നു. അന്ന് 40,360 രൂപയായിരുന്നു സ്വർണ്ണവില. എന്നാൽ പിന്നീട് ഒരാഴ്ച കൊണ്ട് സ്വർണ്ണവില പവന് 920 രൂപ വർദ്ധിക്കുകയായിരുന്നു. ചേറ്റുവയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് ചോളം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2:15 ചേറ്റുവ GMUP സ്കൂളിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ കിടന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർ ബഷീർ നിസാര പരിക്കോടെ രക്ഷപ്പെട്ടു. ഇയാളെ ഉടൻ തന്നെ ഏങ്ങണ്ടിയൂർ സനാതന ആംബുലൻസ് പ്രവർത്തകർ ചേറ്റുവ TM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ നേർച്ചയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഏങ്ങണ്ടിയൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. സ്കൂളിന് സമീപം ഒരാളെ ഇറക്കിയതിനു ശേഷം ദേശീയപാതയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏതാനും മീറ്റർ അകലെ നിന്ന് മറിഞ്ഞ് നിരങ്ങി വന്ന ലോറി കാറിൽ ഇടിക്കുകയായിരുന്നു.
ചേർപ്പ് ICDSന് കീഴിലെ 97 അങ്കണവാടികൾക്ക് 2022-2023 വർഷത്തേക്ക് ആവശ്യമായ കണ്ടിജൻസി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയം. ടെൻഡർ ഫോമിനും വിശദ വിവരങ്ങൾക്കും ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ശിശു വികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487234838. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5160 രൂപ, പവന് 41,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അഖില കേരള എഴുത്തച്ഛൻ സമാജം പെരുമ്പിള്ളിശ്ശേരി ശാഖ വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ 6ാം വാർഷികം ആഘോഷിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ തിരുമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 33ാമത് തൃശൂർ ജില്ലാ സമ്മേളനം വലപ്പാട് നടന്നു. സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.